ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരു PSC എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ മുതൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് ജോലിക്ക് പ്രവേശിക്കുന്നത് വരെയുള്ള നടപടിക്രമങ്ങൾ ഒരു PSC ഉദ്യോഗാർത്ഥി തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ നടപടിക്രമങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഐ ആം അലീഷ ആൻഡ് വെൽക്കം ടു അലീസൈസ് ബൈ അലീഷ. പ്രധാനമായും ഒരു പോസ്റ്റിന് വാക്കൻസി ഉണ്ടാവുന്നത് രണ്ട് വിധത്തിലാണ്. ഒന്നാമത്തേത് റിട്ടയർമെന്റ്, വിരമിക്കൽ വഴി അല്ലെങ്കിൽ പ്രൊമോഷൻ വഴി. സെക്കൻഡ് വൺ പുതിയൊരു തസ്തിക ക്രിയേഷൻ വഴി. ഇങ്ങനെ രണ്ട് വിധത്തിലാണ് ഒരു പോസ്റ്റിന് വാക്കൻസി ഉണ്ടാവുന്നത്. ഇങ്ങനെ വാക്കൻസി PSCയിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ PSC പരിശോധിക്കുന്നത് നിലവിൽ കാലാവധി തീരാത്ത റാങ്ക് ലിസ്റ്റ് ഉണ്ടോ എന്നാണ്. അങ്ങനെ കാലാവധി തീരാത്ത റാങ്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ PSC അപ്പോയിന്റ്മെന്റ് നടത്തുന്നത് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെയായിരിക്കും. ഇനി റാങ്ക് ലിസ്റ്റ് അവൈലബിൾ അല്ലെങ്കിൽ PSC പ്രസ്തുത തസ്തികയ്ക്ക് വേണ്ടി ഒരു നോട്ടിഫിക്കേഷൻ, ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. അപ്പോൾ ഈ ഒരു വിജ്ഞാപനം പത്രമാധ്യമങ്ങളിലും PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒക്കെ വഴിയാണ് നമ്മൾ അറിയാനായിട്ട് സാധിക്കുക. ഈ ഒരു നോട്ടിഫിക്കേഷനിലാണ് വകുപ്പിന്റെ ഇൻഫർമേഷൻ, സ്കെയിൽ ഓഫ് പേ, ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷൻ തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ പുറപ്പെടുവിക്കുന്ന വിജ്ഞാപനത്തിൽ മെയിനായിട്ട് രണ്ട് ഡേറ്റുകളാണ് കാണാൻ സാധിക്കുക. ഒന്നാമത്തെ ഗസറ്റ് ഡേറ്റ്, അതായത് നോട്ടിഫിക്കേഷന്റെ ഡേറ്റ് തന്നെയാണ് ഗസറ്റ് ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് ആ ഒരു ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ക്വാളിഫിക്കേഷൻ, എപ്പോഴാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ നമ്മൾ നേടിയിരിക്കേണ്ടത്? ഈ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റിന് മുൻപായിട്ടാണ് നമ്മൾ ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് നേടിയിരിക്കേണ്ടത്, പ്രസ്തുത പോസ്റ്റിന് വേണ്ടിയിട്ടുള്ളത്. അതായത് ചിലർക്കുള്ള സംശയമാണ് വെരിഫിക്കേഷന് മുൻപ് നമ്മൾ ആ ക്വാളിഫിക്കേഷൻ നേടിയാൽ മതിയോ എന്നുള്ളത്. പക്ഷെ അപ്പോഴല്ല, അപ്ലൈ ചെയ്യുന്നതിന് ലാസ്റ്റ് ഡേറ്റിന് മുൻപായിട്ടാണ് നമ്മൾ പ്രസ്തുത പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നേടിയിരിക്കേണ്ടത്. എത്ര പേര് അപ്ലൈ ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് PSC എക്സാമിൻ്റെ മോഡ് തീരുമാനിക്കുന്നത്. അതായത് ഒരുപാട് പേര് എഴുതുന്ന എക്സാം ആണെങ്കിൽ OMR എക്സാം, ഇനി അതല്ല കുറച്ച് പേര് ഉള്ളെങ്കിൽ ഓൺലൈൻ എക്സാം, ഇനി ചില തസ്തികയ്ക്ക് അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ പോലെയുള്ള തസ്തികയ്ക്കൊക്കെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം, അങ്ങനെ പല വിധത്തിലുള്ള പല മോഡിലുള്ള എക്സാംസ് ഉണ്ട്. റീസെൻ്റ് ആയിട്ട് PSC നടത്തി വരുന്ന ഒരു എക്സാം രീതിയാണ് പ്രിലിമിനറി എക്സാം, മെയിൻ എക്സാം. സോ ഒരേ ക്വാളിഫിക്കേഷൻ വേണ്ട തസ്തികകൾ കമ്പൈൻ ചെയ്ത് നടത്തുന്ന എക്സാമുകളാണ് പ്രിലിമിനറി എക്സാം. അതായത് 10th ലെവൽ ക്വാളിഫിക്കേഷൻ വേണ്ട എക്സാമുകളെല്ലാം കമ്പൈൻ ചെയ്ത് 10th ലെവൽ എക്സാം, അങ്ങനെ സിമിലർലി 12th ലെവൽ എക്സാം, ഡിഗ്രി ലെവൽ എക്സാം. സോ ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കലി സ്ക്രീനിങ് ടെസ്റ്റ് പോലെ പറയാം. കാരണം ഇതിൽ നിന്ന് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ ഒരു എലിജിബിലിറ്റി ലിസ്റ്റാണ് PSC പ്രസിദ്ധീകരിക്കുന്നത്. അതായത് എത്ര പേർ മെയിൻ എക്സാം എഴുതാനായിട്ട് എലിജിബിൾ ആണ് എന്നുള്ളത്. അപ്പോൾ PSCയുടെ ഒരു ലിസ്റ്റാണ് എലിജിബിലിറ്റി ലിസ്റ്റ്. ഇനി ഒരു PSC ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കേണ്ട മറ്റു രണ്ട് ലിസ്റ്റുകളുമുണ്ട്, ഷോർട്ട് ലിസ്റ്റും പ്രോബബിലിറ്റി ലിസ്റ്റും. പലർക്കും ഇത് രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് അറിയില്ല. പലരും ഷോർട്ട് ലിസ്റ്റിനെ പ്രോബബിലിറ്റി ലിസ്റ്റ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ലിസ്റ്റിനെ തന്നെയാണ് ഷോർട്ട് ലിസ്റ്റ് ആയിട്ട് പറഞ്ഞു കണ്ടേക്കുന്നത്. സോ ഇതിനെക്കുറിച്ച് കറക്റ്റ് ആയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ എന്താണ് ഷോർട്ട് ലിസ്റ്റ്? ചുരുക്കപ്പട്ടിക. തുടർ നടപടിക്രമങ്ങൾ സെലക്ഷന്റെ ഭാഗമായിട്ട് ഇനിയും ഉണ്ടെങ്കിൽ അതാണ് ഷോർട്ട് ലിസ്റ്റ്. അതായത് ഫിസിക്കലായിട്ടുള്ള ടെസ്റ്റുകൾ, എൻഡ്യൂറൻസ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ ഇന്റർവ്യൂ, അങ്ങനെ ചില പോസ്റ്റുകൾക്ക് ആവശ്യമായിട്ട് വരും. ഫോർ എക്സാമ്പിൾ പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ നമുക്കറിയാം ഫിസിക്കൽ ടെസ്റ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള അതായത് തുടർ നടപടിക്രമങ്ങൾ ഉള്ള ഒരു പോസ്റ്റ് ആണെങ്കിൽ PSC പ്രസിദ്ധീകരിക്കുന്ന ലിസ്റ്റാണ് ഷോർട്ട് ലിസ്റ്റ്. ഓക്കെ, ഇനി എന്താണ് പ്രോബബിലിറ്റി ലിസ്റ്റ്? അതായത് തുടർ നടപടിയായിട്ട് വെരിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കമ്പനി ബോർഡ് എക്സാംസിൻ്റെ ഒക്കെ റിസൾട്ട് വന്നു. അവിടെ PSC പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പ്രോബബിലിറ്റി ലിസ്റ്റാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് വൺ ടൈം വെരിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു വെരിഫിക്കേഷനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ PSC തന്നെ നമുക്ക് തരും. അപ്പോൾ ഈ ഒരു നിർദ്ദേശം നമുക്ക് ലഭിച്ചാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ആണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ടെസ്റ്റ് കൂടിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് പ്രസ്തുത PSC ഓഫീസിൽ ചെന്ന് വെരിഫൈ ചെയ്യണം. ഈ വൺ ടൈം വെരിഫിക്കേഷൻ കഴിഞ്ഞാണ് PSC റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ഇങ്ങനെ PSC പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ റൊട്ടേഷൻ ചാർട്ട് അനുസരിച്ചിട്ടാണ് പിന്നീട് PSC അഡ്വൈസ് അയക്കുന്നത്. അപ്പോൾ PSC അഡ്വൈസ് അയക്കുമ്പോൾ ഒരു അഡ്വൈസ് ഉദ്യോഗാർത്ഥിക്ക് അയക്കുന്നു, അതുപോലെ തന്നെ ഒരു അഡ്വൈസ് പ്രസ്തുത ഡിപ്പാർട്ട്മെന്റിലേക്കും, അതായത് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ ആ ഒരു വ്യക്തിനെ സെലക്ട് ചെയ്യേണ്ടത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൂടെ PSC അഡ്വൈസ് അയക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ നൽകുന്നത് ഈ പ്രസ്തുത ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇങ്ങനെ നോർമലി അഡ്വൈസ് ലഭിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് ഓർഡർ ലഭിക്കാനായിട്ട് ഒരു 1 to 3 months ഒക്കെയാണ് നോർമലി എടുക്കാറ്. അപ്പോയിന്റ്മെന്റ് ഓർഡറിലാണ് നമ്മുടെ ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് വിവരങ്ങളൊക്കെ ഉള്ളത്. അതിനനുസരിച്ച് നമ്മൾ ഒരു ഗവൺമെന്റ് ഓഫീസിൽ ജോയിൻ ചെയ്യുന്നു, നമ്മൾ പിന്നെ ഒരു ഗവൺമെന്റ് സെർവൻ്റ് ആയിട്ട് മാറുന്നു.
സോ ഇത്രയുമാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രൊസീജിയർ. ഇതിനെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. കൂടുതൽ വീഡിയോസിനായിട്ട് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.